നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാഴാനി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കായുള്ള കുട്ടവഞ്ചി സവാരി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. ദേശീയപാത പാലിയേക്കരയിൽ ഒഡീഷയിൽ നിന്നും ലോറിയിൽ കൊണ്ടുവന്ന 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ പിടിയിൽ. പുത്തൂർ പൊന്നൂക്കരയിൽ വീട്ടിൽ നിർത്തിയിട്ട 3 വാഹനങ്ങളും ഗോഡൌണും തീവച്ച കേസിലെ പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വാഴാനി ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം ത്രസിപ്പിക്കുവാൻ കുട്ടവഞ്ചി സവാരി. കാക്കിനിക്കാട് ട്രൈബൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള കുട്ടവഞ്ചി സവാരിയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. തിക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. T ഉമ IFS മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ DFO രവികുമാർ മീണ ഇക്കോ ടൂറിസം സന്ദേശം നൽകി. കാക്കിനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ 9 ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് കുട്ടവഞ്ചി സവാരിയുടെ റൈഡർമാരാകുന്നത്. ഇവർക്ക് കഴിഞ്ഞ 20 ദിവസങ്ങളിലായി സുരക്ഷയും മുൻകരുതലും മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച സമഗ്രമായ ട്രെയിനിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിതവും സംസ്കാരവും വനവുമായി ബന്ധപ്പെട്ട അറിവുകളുമായി ഇടപഴകുവാൻ സഞ്ചാരികൾക്ക് മികച്ച അവസരം കുട്ടവഞ്ചി സവാരി ഒരുക്കും. ആദ്യഘട്ടത്തിൽ 4 കുട്ടവഞ്ചികളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ എണ്ണം സജ്ജമാക്കും. 4 ടൂറിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് 400 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടവഞ്ചികളിൽ ലൈഫ് ജാക്കറ്റ്, അടിയന്തര മെഡിക്കൽ കിറ്റ് എന്നിവയുണ്ടാകും. യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും റൈഡർമാർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തും. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കും. പീച്ചി വനവികസന ഏജൻസിയാണ് നിർവഹണ ഏജൻസി. വാഴാനി ടൂറിസം വികസനത്തിന്റെ തുടർഘട്ടങ്ങളിൽ കുട്ടവഞ്ചി സവാരിയോടൊപ്പം പ്രകൃതി നടത്തവും വന ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനവും സംയോജിപ്പിക്കും. സംസ്ഥാന സർക്കാർ 5.99 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന സംഗീത ജലധാരയുടെ നിർമ്മാണം വാഴാനി ഡാം ഗാർഡനിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനവും സുസ്ഥിരമായ ഇക്കോ ടൂറിസം വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. മ്യൂസിക്കൽ ഫൗണ്ടന് പുറമെ വാഴാനി ഡാം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 40 ലക്ഷം ചിലവഴിച്ച് കുട്ടികളുടെ പാർക്ക് നവീകരിച്ചതും കേടുപാടുകൾ തീർത്ത് തൂക്കുപാലം തുറന്നു നൽകിയതും ലൈബ്രറി കം കൾച്ചറൽ സെന്റർ പ്രവർത്തിപ്പിക്കാനായതും വാഴാനി ഡാം കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനായി NOC നേടിയെടുത്ത് ആർക്കിടെക്ചറൽ ഡിസൈനിംഗ് ഘട്ടത്തിൽ എത്തിച്ചതും പ്രധാന വികസന നേട്ടങ്ങളാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടെ വാഴാനി ടൂറിസം പല മടങ്ങ് സജീവമാകും. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ടൂറിസം രംഗത്ത് 15 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA വ്യക്തമാക്കി. മാലിന്യമുക്ത നവകേരളം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തറ പഞ്ചായത്ത് തല ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടത്തിയ ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ബോധവൽക്കരണ റാലിയും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ദേശീയപാത പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ 124 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് പ്രതികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ സ്വദേശികളായ ചീനിവിള വീട്ടിൽ ആഷ്ലിൻ, പള്ളത്തു വീട്ടിൽ താരിസ്, പീച്ചി ചേരുംകുഴി സ്വദേശി തെക്കേൽ വീട്ടിൽ കിങ്ങിണി ഷിജോ എന്ന ഷിജോ, പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി പാലാട്ടുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരാണ് അറസ്റ്റിലായത്.
ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസ് സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ. ലോറിയിൽ ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു, ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ആലുവയിൽ ഒരാളെ വെട്ടിക്കൊന്ന കേസിൽ ഉൾപ്പെടെ 16 കേസുകളിൽ പ്രതിയാണ് താരിസ്. 6 ലഹരി കേസുകളിൽ പ്രതിയാണ് ഷിജോ. ആളൂരിൽ ATM കുത്തിപ്പൊളിച്ച കേസ്, കവർച്ച തുടങ്ങി 12 കേസുകളിൽ പ്രതിയാണ് ജാബിർ. പാലക്കാട് 160 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ആഷ്ലിൻ. റൂറൽ SP B കൃഷ്ണകുമാർ, റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി PC ബിജു കുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ, റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സൂരജ് V ദേവ്, AU റെജി, MJ ബിനു, സോണി സേവ്യ, AB നിഷാന്ത്, KJ ഷിൻഡോ, പുതുക്കാട് അഡീഷണൽ SIമാരായ AV ലാലു, മുരളീധരൻ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ഓംബുഡ്സ്മാൻ സന്ദർശനം സംബന്ധിച്ച് മാടക്കത്തറ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ഓഫീസർ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് BDO സന്തോഷ്, വൈസ് പ്രസിഡന്റ് സണ്ണി ചെണ്ടിക്കര, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, ജെയ്മി, സുകന്യ, പഞ്ചായത്ത് സെക്രട്ടറി സുകന്യ, തൊഴിലുറപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ, മേറ്റ്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കളരി വിദ്യയുമായി കുട്ടിക്കൂട്ടം കളക്ടറെ കാണാനെത്തി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ തൃശൂർ എന്ന 4 വയസ്സുകാരൻ രുദ്രാക്ഷിന്റെ ചോദ്യത്തിന് കളക്ടർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. തൃശൂർ അടിപൊളിയല്ലേ? ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കുന്നതിനായി നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 34ാം അധ്യായത്തിൽ അതിഥികളായി എത്തിയതായിരുന്നു തൃക്കൂർ KKG കളരി സംഘത്തിലെ രുദ്രാക്ഷ് ഉൾപ്പെടെയുള്ള ഇളമുറക്കാരായ വിദ്യാർത്ഥികളും പരിശീലകരും. മെയ് 20-ന് നടന്ന മുഖാമുഖത്തിൽ 4 വയസ്സ് മുതൽ 17 വയസ്സുവരെ വരുന്ന 25ഓളം കുട്ടികളോട് കളരിയിലെ വിവിധ ആയുധങ്ങളെപ്പറ്റിയും അടവുകളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് കളക്ടർ സംവാദം തുടങ്ങിയത്. സംസ്ഥാന കായികമേളയിൽ കളരി ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും കളക്ടറുടെ കളരി പഠിക്കുവാനുള്ള താൽപര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ചോദ്യങ്ങളിൽ കൂടുതലും സിവിൽ സർവീസ് പരീക്ഷയെയും തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയും ഈ വർഷത്തെ കാലവർഷം നേരിടാനുള്ള തയ്യാറെടുപ്പുകളും സംവാദത്തിലെ വിഷയങ്ങളായിരുന്നു. ഈ വർഷത്തെ തൃശൂർ പൂരം നല്ല രീതിയിൽ കാണാനായതിന്റെ സന്തോഷവും കുട്ടികൾ കളക്ടറെ അറിയിച്ചു. കുട്ടികൾ വേനലവധി ചിലവഴിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചറിഞ്ഞ കളക്ടർ സ്കൂൾ തുറക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകളെപ്പറ്റിയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്കൂൾ കാലഘട്ടം നന്നായി ആസ്വദിക്കുവാനും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാനും കളക്ടർ കുട്ടികളോട് പറഞ്ഞു. പരിപാടിയിൽ പരിശീലകരായ ചന്ദ്രൻ, ശരത് എന്നിവരും പങ്കെടുത്തിരുന്നു. എന്റെ കേരളം നവീനതയും സംരംഭകത്വവും സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പങ്ക് സെമിനാർ. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീനതയും സംരംഭകത്വവും വ്യവസായ സൗഹൃദ വിദ്യാഭ്യാസവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പരിവർത്തനത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയുടെ സഹകരണത്തോടെയാണ് സെമിനാർ നടത്തിയത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ സാങ്കേതിക മികവോടുകൂടി പിടിച്ചു നിൽക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു സെമിനാർ. നൂതന ആശയങ്ങൾക്കും ഗവേഷണങ്ങൾക്കും സർക്കാർ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പൂർണ്ണ പിന്തുണ നൽകി വരുന്നു. പരമ്പരാഗത ചിന്തകൾക്കപ്പുറം പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ് സർക്കാർ ഇത്തരം പ്രവൃത്തികളിലൂടെ. സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബിൽഡിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി അധ്യാപകൻ ഡോക്ടർ നിതിൻ സുദർശനൻ വിഷയം അവതരിപ്പിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ഡയറക്ടർ ഡോക്ടർ ബോബി ഫിലിപ്പ് മോഡറേറ്ററായി. വിഷയ അവതരണത്തിന് ശേഷം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് UG ഡീൻ ഡോക്ടർ AR ജയൻ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി ഭട്ടത്തിരിപ്പാട് തുടങ്ങിയവർ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ V ലിജോ, അധ്യാപകൻ ഡോക്ടർ AM മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. തൊഴിലില്ലാത്ത മുഴുവൻ പേർക്കും തൃശൂർ കോർപ്പറേഷൻ തൊഴിൽ നൽകുന്നു. 4 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കി തൃശൂർ കോർപ്പറേഷന്റെ തൊഴിൽ പൂരം 2025 മെയ് 26-27 തീയതികളിൽ കാൽഡിയൻ സ്കൂളിൽ MRF ഉൾപ്പെടെയുള്ള കമ്പനികൾ തൊഴിൽ മേളയിൽ പ്രധാന ആകർഷണങ്ങളാകും. കോർപ്പറേഷൻ രൂപീകരണത്തിന്റെ രജത ജൂബിലിയോടനുബന്ധമായും സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായും കോർപ്പറേഷൻ തലത്തിൽ 2025 മെയ് 26-27 തീയതികളിൽ കാൽഡിയൻ സ്കൂളിൽ തൊഴിൽ പൂരം 2025 സംഘടിപ്പിക്കുകയാണ്. കോർപ്പറേഷൻ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി ഈ സംരംഭം മാറുമെന്നും ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശൂർ കോർപ്പറേഷനാണെന്നും ഏറെ അഭിമാനത്തോടെ ഈ കൗൺസിലിനെ പറയാൻ സാധിക്കും. തൃശൂർ കോർപ്പറേഷൻ തൊഴിലില്ലാത്ത എല്ലാവർക്കും തൊഴിൽ നൽകുന്നതിനായി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും 2025-26 വാർഷിക പദ്ധതി അംഗീകരിക്കുകയും ചെയ്തു. 4 ലക്ഷം തൊഴിലവസരങ്ങളാണ് കോർപ്പറേഷൻ തൊഴിലന്വേഷകർക്കായി ഈ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. LNT, അപ്പോളോ, MRF ഉൾപ്പെടെയുള്ള 75ഓളം സ്ഥാപനങ്ങൾ ഈ മേളയുടെ പ്രധാന ആകർഷണമാണ്. ജില്ലാതലത്തിൽ തൊഴിൽ പൂരം എന്ന പേരിൽ ഏപ്രിൽ 26-ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുകയും 2600 പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ 1246 പേർക്ക് ജോലി ഉറപ്പാക്കുവാനും സാധിച്ചിരുന്നു. ജില്ലാതല മേളയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്കും സമീപ പഞ്ചായത്തിലുള്ളവർക്കും കോർപ്പറേഷൻ തല തൊഴിൽ പൂരത്തിലെ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മേളയിൽ ITI യോഗ്യതയുള്ളവർക്ക് 8314, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 3572, നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ യോഗ്യതയുള്ളവർക്ക് 1400, ഗ്രാജുവേഷൻ ടെക്നിക്കൽ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക് 350, ഗ്രാജുവേഷൻ നോൺ ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്ക് 1139, പ്രാദേശിക തൊഴിലവസരങ്ങൾ 1000 ഉൾപ്പെടെയുള്ള നിരവധി തൊഴിലവസരങ്ങൾ ഇതിനോടകം ഉള്ളതായി കോർപ്പറേഷനെ തൊഴിൽദാതാക്കൾ അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമായി നിരവധി തൊഴിൽദാതാക്കൾ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകുന്നതിന് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ജർമ്മൻ ഭാഷ ഉൾപ്പെടെ പഠിപ്പിച്ച് വിദേശത്ത് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് ഈ മേളയിൽ കഴിയുന്നതാണ്. മെയ് 19 മുതൽ തൊഴിൽ പൂരം 2025 പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇതിനായി ഉദ്യോഗാർത്ഥികൾക്ക് DWMS പോർട്ടൽ വഴിയും QR കോഡ് ഉപയോഗപ്പെടുത്തിയും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. 55 ഡിവിഷനുകളിൽ എല്ലാ വീടുകളിലും QR കോഡ് സഹിതമുള്ള നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ശനിയാഴ്ച രാവിലെ 10 മുതൽ
5 വരെ കോർപ്പറേഷന്റെ 5 സോണൽ ഓഫീസുകളിലും മെയിൻ ഓഫീസിനു മുൻപിലുള്ള ജോബ് സ്റ്റേഷനിലും രജിസ്ട്രേഷനുള്ള സൗകര്യം ഇതു സംബന്ധിച്ച അന്വേഷണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തൊഴിൽ പൂരം 2025 ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10-ന് കാൽഡിയൻ സ്കൂളിൽ വെച്ച് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുന്നതാണ്. തൃശൂർ MLA P ബാലചന്ദ്രൻ, കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ ജിജു P അലക്സ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകുന്നതാണ്. പത്രമാധ്യമ സുഹൃത്തുക്കൾ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് താൽപര്യപ്പെടുന്നു. നടപ്പിലാക്കാൻ ഉദ്ദേശത്തിലാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നത് ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ. നമുക്കറിയാം, വീട് നിർമ്മാണത്തിന് കാശ് കൊടുക്കുന്നു, അവരുടെ പെൻഷൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വിഭിന്നമായ ഒരു പദ്ധതി, അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുപോലൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് നടത്തുന്നത്. നമുക്കറിയാം, ഒരു തൊഴിൽ പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് ഈ വരുന്ന 26, 27 തീയതികൾ നമ്മൾ ആ തൊഴിൽ പൂരം എന്ന കൺസെപ്റ്റിൽ നോക്കും. കാരണം നമുക്കറിയാം, ഏത് തരത്തിലുള്ള തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പുതിയ സംരംഭം. അതിനുവേണ്ടി നമ്മൾ ഈ കൊല്ലം 25 ലക്ഷം രൂപയാണ് ആചരിച്ചത്. കാരണം ആ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം, ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസം കുറവുള്ളവർക്കും നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി. ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കറിയാം, പലർക്കും തൊഴിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽ കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരമായി കിട്ടും. നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം 2000 താഴെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. ഇതിനകത്ത് എഞ്ചിനീയേഴ്സ്, ഡിപ്ലോമ, അതുപോലെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നഴ്സുമാർക്കൊക്കെ അവസരങ്ങളുണ്ട്. കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ അകത്ത് ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇപ്പോൾ MRF, അതുപോലെ LNT, അപ്പോളോ, ഇവരൊക്കെ നമ്മുടെ കൂടെ തൊഴിൽ ദാതാക്കളായിട്ട് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ അവർക്ക് തൊഴിൽ ദാതാക്കളായി വരികയും അവർക്ക് താല്പര്യമുള്ളവർ ഇവിടെ വന്ന് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ നമുക്ക് വരുത്താൻ പോകും. നമുക്കറിയാം, ഇന്ന് ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വ്യക്തിക്ക് ഇനി പുറത്തേക്ക് പോകണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. കാരണം അവനവരെ ട്രാവൽ ഏജൻസിയെ ബന്ധപ്പെട്ടാൽ വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് ഞാനിവിടെ വന്നതിന് ശേഷം ഒരു 10-15 കേസുകളാണ് ഇതുപോലെ എൻ്റെ അടുത്ത് വന്നത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു തൊഴിലിന് നോക്കുമ്പോൾ അവരുടെ വീട് പോലും അവർക്ക് പണയം വെച്ചുകൊണ്ട് പൈസ എടുക്കുന്ന ഒരു സംരംഭം 40 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ ഇവർക്ക് ഇതിനു വേണ്ടി കൊടുത്ത് തൊഴിൽ ലഭിക്കാത്ത ഒരു അന്തരീക്ഷമുള്ളപ്പോഴാണ് അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ പദ്ധതി നമുക്ക് തയ്യാറായി. നമ്മളെടുക്കുന്നത് എല്ലാം മിഡിൽമാനായി സർക്കാരുണ്ടാകും. സർക്കാരാണ് ഇതിൻ്റെ മിഡിൽമാൻ. കാരണം നമുക്കറിയാം, ഇതുപോലെ എംബസി വഴിക്കാണ് നമ്മൾ പുറമേക്ക് പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നോർക്ക, ഇവിടെ നമുക്ക് അറിയാം, നോർക്കയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒഡാപാക്ക് ഉണ്ട്. ഇവരോടൊക്കെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, വിദേശ രാജ്യത്തുള്ളവർക്ക് ആർക്കെങ്കിലും തൊഴിൽ ദാതാക്കൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തണം. ഇവിടെ ഒരു ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂവിൽ നിന്ന് അവരുടെ ഭാഷ പഠിപ്പിക്കുന്ന രീതി, അവർക്ക് അവിടെ പോയാൽ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ ഭക്ഷണം ഉറപ്പ് വരുത്തുന്നത്, അതുപോലെ അവർക്ക് അവിടെ ജീവിത മാർഗത്തിനകത്ത് നന്നായി അവർക്ക് അവിടെ അക്കോമഡേഷൻ കൊടുക്കാവുന്ന സാഹചര്യം കമ്പനികൾക്കോ എന്ന് പരിശോധിക്കും. അവർക്ക് വേണ്ട ശമ്പളം എത്രയാണെന്ന് നിജപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സർക്കാർ അതിനു വേണ്ടി ഇടപെടും. SC/ST അനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതിയുടെ സംവരണ സംരക്ഷണ സംഗമം മെയ് 25-ന് തൃശൂർ ടൗൺ ഹാളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനന്ദ് രാജ് യശ്വന്ത് അംബേദ്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തെക്കേ ഗോപുരനടയിൽ നിന്നും ഘോഷയാത്ര 2 മണിക്ക് ആരംഭിച്ച് ടൗൺ ഹാളിൽ സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ PS മാവോജി, A ശശിധരൻ, ലോചൻ അമ്പാട്ട്, UK സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൂർ പൊന്നൂക്കരയിൽ വീട്ടിൽ നിർത്തിയിട്ട 3 വാഹനങ്ങളും ഗോഡൌണും തീയിട്ട് നശിപ്പിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ. പൊന്നൂക്കരയിൽ 3 വാഹനങ്ങളും ഗോഡൌണും തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ പൊന്നൂക്കര മാലിപ്പറമ്പിൽ വീട്ടിൽ ബാലൻ മകൻ
59 വയസ്സുള്ള ഗോപിയെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30യോടെയാണ് പൊന്നൂക്കര സ്വദേശിയായ ചിറ്റേടത്ത് മണികണ്ഠന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനും ബൈക്കിനും മണികണ്ഠന്റെ തന്നെ ഗോഡൌണിൽ നിർത്തിയിട്ടിരുന്ന ബൊലോറോ പിക്കപ്പിനും ഇയാൾ തീയിട്ടത്. സംഭവം നടന്ന ഉടനെ തന്നെ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് മണികണ്ഠന്റെ കീഴിൽ തന്നെ ജോലി നോക്കി വന്നിരുന്ന ഗോപിയാണ് പ്രതിയെന്ന് മനസ്സിലാക്കി ഇയാളെ പിടികൂടിയത്. ഗോപിയെ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ PM വിമോദിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർ KM ഷാജി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അരുൺ ഘോഷ്, സീനിയർ CPO ഉല്ലാസ്, CPOമാരായ ശ്യാം ചെമ്പകം, സുനീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ചൂടുപിടിപ്പിക്കുന്ന ചോദ്യങ്ങളുമായി വേയ് രാജാവേ. ബഷീറിയൻ സാഹിത്യത്തിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചൂടുപിടിപ്പിക്കുന്ന ചോദ്യങ്ങളുമായാണ് വേയ് രാജാ വേയ് നാടകം എന്റെ കേരളം പ്രദർശനമേളയുടെ വേദിയിൽ അരങ്ങേറിയത്. വർഷങ്ങൾക്ക് മുമ്പ് ബഷീർ എഴുതിയ ആനവാരിയും പൊൻകുരിശും നോവൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് വേയ് രാജാ വേയ്. ഒറ്റക്കണ്ണൻ പോക്കറും മണ്ടൻ മുത്തപ്പയും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും സൈനബയും തുടങ്ങിയ കഥാപാത്രങ്ങൾ അനീതികൾക്കെതിരെ മടക്കാത്ത ചൂണ്ടുവിരലുമായി ഇറങ്ങിവന്ന പ്രതീതിയായിരുന്നു വേയ് രാജാ വേയ് സമ്മാനിച്ചത്. സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തെ അഭിസംബോധന ചെയ്യുന്ന ശക്തമായ പ്രമേയം ഉൾക്കൊണ്ട നാടകത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ വരവേറ്റത്. തൃശൂരിലെ അന്തിക്കാട് ഗ്രാമത്തിൽ നിന്നുള്ള മുതിർന്നവരും കുട്ടികളും അടങ്ങിയ 40 അംഗ സംഘമാണ് നാടകത്തിന് പിൻപിൽ. നാടകവീട് അന്തിക്കാടിന്റെ ബാനറിൽ ജെയിംസ് ഏലിയ എഴുതിയ നാടകത്തിന് സംവിധായകൻ ഷൈജു അന്തിക്കാടാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 27ഓടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുവാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മെയ് 23 മുതൽ 26 തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ ഫാരിഷ്, അരുൺ പൂപ്പൻ, നിഷാൻ, ജലീൽ എന്നിവരെ കാപ്പ ചുമത്തി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിലെ 36 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 86 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 48 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ആല വില്ലേജിൽ കോതപ്പറമ്പ് ദേശത്ത് വൈപ്പി പാണ്ഡിത്തി വീട്ടിൽ ഷാരിഫിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് തടങ്കലിലാക്കി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏറിയാട് വില്ലേജ് വൈദ്യൻ ജംഗ്ഷൻ ദേശത്ത് വലിയ വീട്ടിൽ ജലീൽ, കുറുവില്ലശ്ശേരി വില്ലേജ് വലിയ പറമ്പ് ദേശത്ത് അന്തിക്കാട് വീട്ടിൽ അരുൺ പൂപ്പൻ എന്ന് വിളിക്കുന്ന അരുൺ, നെല്ലായി വില്ലേജ് കൊളത്തൂർ ദേശത്ത് തൈവളപ്പിൽ വീട്ടിൽ നിഷാന്ത് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ഫാരിഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2023 ഒരു അടിപിടി കേസും ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2025 യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പരിക്കേൽപ്പിച്ച് പണവും വാഹനങ്ങളും അപഹരിച്ച കേസും മരട് പോലീസ് സ്റ്റേഷനിൽ 2024 റോബറി കേസും അടക്കം മയക്കുമരുന്ന് കേസുകളിലും ക്രിമിനൽ കേസുകളും ഉൾപ്പെടെ 10ഓളം കേസിലെ പ്രതിയാണ്. അരുൺ പൂപ്പൻ വലപ്പാട്, കൊരട്ടി, മാള പോലീസ് സ്റ്റേഷനുകളിലായി 3 കവർച്ചാ കേസുകളിലും 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും കഞ്ചാവ് ബീഡി വലിച്ച 2 കേസിലും പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ്, സജി തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിനും ഉത്തരവ് നടപ്പിലാക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചു. നിശാന്ത്, കൊണ്ടോട്ടി, PG പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ കവർച്ചാ കേസിലും
കൊടകര പോലീസ് സ്റ്റേഷനിൽ കള്ളനോട്ടടിച്ച കേസിലും അടിപിടി കേസിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലും പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, SI ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS ആണ് ഫാരിഷിന് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI-മാരായ തോമസ്, വിൻസി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. അരുൺ, നിഷാന്ത്, ജലീൽ എന്നിവർക്കെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ജലീലിനെ കാപ്പ ചുമത്തി നാടുകടത്തിയത്. ജലീലിനെ കാപ്പ ചുമത്തുന്നതിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ രാജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ, ഷിജിൻനാഥ്, ഹോംഗാർഡ് പ്രദീപ് തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിവരുന്നത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ ബസ് ഡ്രൈവറെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ബസ് ഡ്രൈവറായ ഇടവിലങ്ങ് അവണിപ്പുള്ളി വീട്ടിൽ ഹരികൃഷ്ണനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ പുല്ലൂറ്റ് വിയ്യത്തുംകുളങ്ങര പഴുവേലിക്കകത്ത് വീട്ടിൽ നംജിത്ത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2025 മെയ് 17 വൈകിട്ട് 5:45 ഹരികൃഷ്ണൻ ഓടിച്ചുപോയിരുന്ന ബസ്സിനെ കടത്തിവിടാതെ ബസ്സിന് മുന്നിലൂടെ റോഡിന് നടുവിലൂടെ തടസ്സമായി മോട്ടോർ സൈക്കിൾ ഓടിച്ചുപോയത് നാരായണമംഗലത്ത് വെച്ച് ബസ് നിർത്തി മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആളോട് ചോദിക്കുന്ന സമയം ഹരികൃഷ്ണനെ തടഞ്ഞു മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാര്യത്തിനാണ് നംജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ പുല്ലേറ്റ് വിയ്യത്തുംകുളങ്ങ നനക്കൽ വീട്ടിൽ ബിനു എന്ന് വിളിക്കുന്ന ബിനോ എന്നയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സാലിം K, രാജി, CPOമാരായ ഷമീർ, വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീട് ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലി തകർത്ത സഹോദരങ്ങളായ 2 പേർ റിമാൻഡിലേക്ക്. മദ്യവും മയക്കുമരുന്നും വിൽപ്പന ഉണ്ടെന്ന് പോലീസിൽ പരാതി നൽകിയതിനെതിരെ വിരോധത്തിൽ വീട് ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലി തകർത്ത സഹോദരങ്ങളായ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി എരക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്നറിയപ്പെടുന്ന സായുജ്, വാവ എന്നറിയപ്പെടുന്ന ബിനോജ് എന്നിവരെയാണ് അറസ്റ്റിലായത്. 2025 മെയ് 20 രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കണ്ണനാംകുളം എടത്തുരുത്തി ജനപ്രിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാര്യടുത്ത് വീട്ടിൽ ഗിരീഷിന്റെ വീടിനകത്തേക്ക് ഇരുമ്പ് പൈപ്പും മരവടിയും കൈവശം വെച്ച് ഇരുവരും അതിക്രമിച്ചു കയറുകയും തുടർന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഗിരീഷിന്റെ ഓട്ടോറിക്ഷ തല്ലി തകർക്കുകയും വീട്ടിലെ കുട്ടികളെയും ഭാര്യയെയും അസഭ്യ വാക്കുകൾ പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാണ് പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സായുജും ബിനോജും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡികളാണ്. സായുജ് മതിലകം പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസുമടക്കം 12ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ബിനോജ് മതിലകം പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസിലെയും 7 അടിപിടി കേസിലെയും അടക്കം 11ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർമാരായ വിൻസെന്റ്, നിഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, ഗിൽബർട്ട്, സൂരജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴാനി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കായുള്ള കുട്ടവഞ്ചി സവാരി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നടത്തണ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. ദേശീയപാത പാലിയേക്കരയിൽ ഒഡീഷയിൽ നിന്നും ലോറിയിൽ കൊണ്ടുവന്ന 124 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ പിടിയിൽ. പുത്തൂർ പൊന്നൂക്കരയിൽ വീട്ടിൽ നിർത്തിയിട്ട 3 വാഹനങ്ങളും ഗോഡൌണും തീവച്ച കേസിലെ പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.